കളക്ടർ ഇപ്പോൾ നമ്മുടെ ദീപശിഖ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. ഒന്ന് കൈയടിച്ച് അഭിമാനത്തോടുകൂടി നമ്മുടെ മാരത്തൺ നമ്മുടെ സബ് കളക്ടർ നമ്മുടെ സുമിത് കുമാർ ഠാക്കൂർ IAS ഇപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ വീഥിയിലൂടെ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറയുടെ ലഹരി ഉപയോഗവും വ്യാപനവും തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള പോലീസും തിരുവല്ല പൗരാവലിയും സ്കൂൾ കുട്ടികളും കൂടി ചേർന്ന് നടത്തപ്പെടുന്ന ആന്റി ഡ്രഗ് മാരത്തൺ കൂട്ടയോട്ടം ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ വീഥിയിലൂടെ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല രാമചിറ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ സന്ദേശ കൂട്ടയോട്ടമാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ വീഥിയിലൂടെ കടന്നു വരികയാണ്. പിള്ളേരുണ്ട് അതിനകത്ത് പോക്കോട്ടെ. ഒരു നല്ല സമൂഹത്തിനായി തലമുറയ്ക്കായി നമുക്ക് കൈകോർക്കാം. ഈ തിരുവല്ല ഓടുകയാണ് ഒരു ലഹരിമുക്ത സമൂഹത്തിനായി. അതെ, ആന്റി ഡ്രഗ് മാരത്തൺ കൂട്ടയോട്ടം ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ ഈ വീഥിയിലൂടെ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറയുടെ ലഹരി ഉപയോഗം വ്യാപനവും തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള പോലീസ് ഈ സമാപന നഗരിയിലേക്ക് ഇതാ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറയുടെ ലഹരി ഉപയോഗവും വ്യാപനവും തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസും തിരുവല്ല പൗരാവലിയും ചേർന്നൊരുക്കുന്ന മഹാകൂട്ടയോട്ടം ഇതാ ഈ സമാപന നഗരിയിലേക്ക് ഇതാ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വിമുക്തമാക്കുന്ന ആന്റി ഡ്രഗ് പ്രോഗ്രാമിന്റെ മാരത്തന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ തിരുവല്ലയുടെ ആദരണീയനായ MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. സാർ ഇപ്പോൾ ഔപചാരികമായി നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയാണ്. മാരത്തൺ ഉദ്ഘാടനം ചെയ്യുവാനായി തിരുവല്ലയുടെ MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, ഈ മഹാസംരംഭത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള തിരുവല്ല പൗരജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നാടാകെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു മഹാവിപത്തിനെതിരെ മനുഷ്യ ജീവിതത്തിന്റെ നന്മയുടെ സർഗാത്മകത മനുഷ്യരിലേക്ക് പകർന്നു നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൂട്ടയോട്ടമാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവല്ല റൺ അഗൈൻസ്റ്റ് ഡ്രഗ് എന്ന ഈ മഹാസംരംഭം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു എന്ന വിവരം എന്റെ സംഘാടകരെ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഞാൻ ആ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞു, അരുത് നോ എന്ന് മാത്രം പറയുമ്പോൾ പരീക്ഷിക്കാനുള്ള പ്രവണത കുട്ടികൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു മനഃശാസ്ത്രജ്ഞന്റെ മറുപടി, ജീവിതത്തിന്റെ നന്മകൾ അതെത്ര ഉദാത്തമാണെന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നശിപ്പിക്കരുത് എന്ന വലിയ സന്ദേശം നൽകിക്കൊടുക്കുകയും ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം. ആ സന്ദേശം പ്രചരിപ്പിക്കുവാനാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ഈ മനുഷ്യത്വത്തിന്റെ പ്രവാചകന്മാരായി, മനുഷ്യ സ്നേഹത്തിന്റെ വക്താക്കളായി തിരുവല്ലക്കാർ ഒരുമിച്ചിരിക്കുകയാണ്. നാട് നന്മയിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും
ഈ സംരംഭത്തോടൊപ്പമുണ്ട്. അല്പം വൈകി എത്തിയതുകൊണ്ട് ഇനി ദീർഘമായി സംസാരിക്കുന്നത് ശരിയല്ല എന്ന നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ വിതരണത്തെയും വ്യാപനത്തെയും തടയുവാനുള്ള ശക്തമായ നടപടികൾ പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തു നിന്നുണ്ടാകണം. അക്കാര്യത്തിൽ ബഹുജനങ്ങൾ ഒറ്റക്കെട്ടായി പൂർണ്ണ പിന്തുണ നൽകി ആ സംരംഭത്തെ വിജയിപ്പിക്കണം. ഒരു രൂപത്തിലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും വിതരണമില്ലാത്ത ഒരു സ്ഥിതി സംജാതമാക്കുകയും ചെയ്യുവാൻ നമുക്ക് ഒരുമിക്കാം. അതോടൊപ്പം തന്നെ തൃപ്തിയോടുകൂടി നല്ലതിനു വേണ്ടി ജീവിക്കാനുള്ള പ്രേരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊടുക്കാം. ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തെയും തന്നെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള വ്യാപനത്തെ തടയുവാൻ നമുക്ക് ഒന്നായി അണിചേരാം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ കൂട്ടയോട്ടം മഹാസംരംഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കട്ടെ. നന്ദി. ആന്റി ഡ്രഗിന്റെ ഒരു സന്ദേശം വാനോളം ഉയർത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിന് മുഴുവൻ പ്രതീകാത്മകമായി ഇപ്പോൾ നമ്മുടെ ആകാശത്തോളം ഉയരത്തില് നമ്മുടെ ഈ സന്ദേശം പറത്തിവിടുന്ന ഒരു പ്രതീകാത്മകമായ ഒരു പ്രോഗ്രാം ഇപ്പോൾ നമ്മുടെ പ്രസിദ്ധ സിനിമാ നടൻ ഇപ്പോൾ നിർവഹിക്കുകയാണ്. കരഘോഷത്തോടുകൂടി തിരുവല്ലക്കാർക്ക് കൈയടിച്ചുകൊണ്ട് ആവേശത്തോടുകൂടി നിന്ന് കേറ്റെടുക്കാം. അഭിമാനത്തോടുകൂടി തിരുവല്ലയുടെ സന്ദേശം ആകാശത്തോളം ഉയരുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാം അങ്ങനെ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമുക്ക് ആശംസകൾ നേരുന്നു. ശ്രീ ജോർജ് എബ്രഹാമിനെ ആദരപൂർവ്വം അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ഈ സ്റ്റേജിലുള്ള നമ്മുടെ അഭിമന്യ തിരുമേനി, ഇമാമ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഉദ്ഘാടനം ചെയ്ത ശ്രീ ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും വന്ദനം. ഞാൻ ആദ്യമായി ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന, ഈ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കാൻ എടുത്തിരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ ഡിവൈഎസ്പി ഇതിന് നേതൃത്വം കൊടുത്ത ഇങ്ങനൊരു പദ്ധതി ആലോചിച്ച് നല്ല വിജയപ്രദമായി നടപ്പാക്കുന്ന ഡിവൈഎസ്പിയെ പ്രത്യേകമായി ഞാൻ അനുമോദിക്കുന്നു. ഇവിടെ നമ്മുടെ MLA പറഞ്ഞ പോലെ ഇതിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒരു വേദനയുമില്ല. ജനങ്ങളെല്ലാം ഒരുമിച്ച് ഇതിന്റെ കൂടെ കൂടണം. നാം ഈ കാര്യത്തിൽ ഒന്നാണ്. ഇതെന്ത് ആർക്കു വേണ്ടിയാണ്? നാം ഇന്ന് ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ വലിയ അപകടത്തിലേക്ക് നീങ്ങും. ഇപ്പോൾ തന്നെ ആയിരിക്കുന്നു. നമ്മുടെ സ്കൂളുകൾക്ക് 20% കൂടുതൽ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ കോളേജിൽ അതിൽ കൂടുതൽ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. ദിവസവും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കൊലപാതകങ്ങൾ, ഈവൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ കൊലപാതകങ്ങൾ, ഇതൊക്കെ ഉണ്ടായത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം മയക്കുമരുന്ന്, ലഹരി, മറ്റൊന്നുമല്ല. ഇതിന് പൂർണ്ണമായ പരിഹാരം ഉണ്ടാകും. നമ്മുടെ MLA പറഞ്ഞ ഞാൻ പ്രത്യേകമായി അതിനോട് യോജിക്കും. അതായത് ഈ ലഹരിയുടെ ലഭ്യത ഇല്ലാതാക്കണം. ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ മാത്രം പോലീസ് പിടിച്ചാൽ പോരാ. എനിക്ക് ആർഷാദിന്റെ ആത്മാർത്ഥതയെക്കുറിച്ച് ഒരു സംശയവുമില്ല. പക്ഷേ കേരളത്തിലെ പോലീസ് ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ മാത്രം പിടിച്ചാൽ പോരാ. ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ പോലീസ് വായിച്ചാൽ പറ്റില്ല. കേരളത്തിലെ പ്രഗത്ഭരായ മിടുക്കന്മാരായ പോലീസുകാരെ ഫ്രീ ആയിട്ട് അനുവദിച്ച് ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ച് ഇരുമ്പഴിക്കുള്ളിലാക്കുവാൻ ശ്രമിച്ചേ മതിയാകൂ. ഇത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. നമുക്ക് ഒരുമിക്കാം. ഇത്തരം ഒരു കൂട്ടയോട്ടം ഇവിടെ സംഘടിപ്പിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മുൻകൈയെടുത്ത ഡിവൈഎസ്പി അർഷാദിനെ അനുമോദിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ക്യാമ്പയിന് വേണ്ടി ഇവിടേക്ക് കടന്നു വന്ന ഞങ്ങളുടെ പ്രശസ്തനായ സിനിമാ നടൻ, സിനിമാ സംവിധായകൻ ബിബിൻ ജോർജിനെ സ്വാഗതം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ എറണാകുളത്ത് നിന്ന് ഇതിനുവേണ്ടി മാത്രം എന്നതാണ്. ശരിക്കും എറണാകുളത്താണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടിയിരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇവിടെ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള പോലീസ് സേന ഉള്ള നാടാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിലെ എല്ലാവരും ഒരു കൊലപാതകമായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലോട്ടെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കുന്ന ആളുകളാണ് നമ്മുടെ പോലീസുകാർ.
അപ്പോൾ സാർ മനസ്സുകൊണ്ട് പറയുന്നു, ഇതിനു വേണ്ടിയിട്ട് സാറും അല്ലെങ്കിൽ നമ്മളുടെ ഈ കേരള പോലീസ് മുഴുവൻ ഇറങ്ങുമെന്നും അതിനുവേണ്ടി ഈ പറയുന്ന രാഷ്ട്രീയ ജാഥ ഭേദ മന്യേ എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുമെന്നും ഈ പറയുന്ന എനിക്കും എന്റെ വീട്ടിലുള്ള ഒരു മോനുള്ളതാണ്, എനിക്കൊരു മോനുള്ളതാണ്, വളർന്നു വരുന്ന ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ ഈ കുഞ്ഞുങ്ങളെ ധൈര്യമായിട്ട് സ്കൂളിലേക്കും അല്ലാതെയും വിടാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച ആരാണെങ്കിലും എനിക്ക് അറിയാം, ഇവിടുത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ബിജു ചേട്ടനാണ്, നമ്മുടെ ധർമ്മസൂർ ഷോപ്പില്. അതുപോലെ തന്നെ ഇവിടുത്തെ പൗരസമിതി, ആശുപത്രി, ഞാനെന്ന് പറഞ്ഞ എല്ലാവരും. എന്തായാലും ഗംഭീരമായ ഒരു തുടക്കമാണ്. അതില് എനിക്ക് വന്ന് ഇതുപോലെ പങ്കെടുക്കാൻ സാധിച്ച ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ കൂട്ടയോട്ടത്തിന് എനിക്ക് എന്തായാലും പറ്റാൻ പറ്റില്ല. ഞാൻ നടന്നാൽ പോലും നിങ്ങളുടെ ഒപ്പം എത്തൂല, പക്ഷെ ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. നടന്നാലും നടന്നില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. താങ്ക് യു വെരി മച്ച്. സാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സുമേനി, ഇമാം കെട്ടിച്ചാക്ക സാറ്, പ്രിയപ്പെട്ട പൈമുള്ളച്ചൻ, ബഹുമാന്യരായ നമ്മുടെ തിരുവല്ലയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട ഈ ഒരു വലിയൊരു സംരംഭത്തിന് ഒത്തുചേർന്ന വിശേഷമുള്ള പ്രിയപ്പെട്ട നാട്ടുകാർ, ഇതൊരു തിരുവല്ലയുടെ ഒരു പ്രത്യേകതയാണ്. തിരുവല്ലയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ, സാമുദായിക, സാമൂഹ്യ വ്യത്യാസമില്ലാതെ ഒരു പ്രശ്നത്തിൽ അണിചേരുന്ന വലിയൊരു കൂട്ടത്തിന്റെ, വലിയൊരു കൂട്ടായ്മയുടെ ഒരു യുദ്ധത്തിന്റെ മുന്നൊരുക്കം വന്നേക്കാണ്. ഒരുപക്ഷെ ഈ ഒരു വിഷയം പ്രസന്റ് ചെയ്തപ്പോൾ തന്നെ ഇരിക്കുന്ന ഓരോരുത്തരും, എന്നോട് ചേർന്നിരിക്കുന്ന, എന്നോട് തൊഴിലിരിക്കുന്ന ഓരോരുത്തരും ഈ ഒരു ഡ്രഗ്സിന്റെ വിപത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ട് ബോധ്യമായി ഓൾറെഡി എനിക്ക് തോന്നിയത് അവരുടെയൊക്കെ മനസ്സിൽ ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു വലിയ തിക്കുമുട്ടൽ അനുഭവിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ വിഷയം പ്രസന്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മളൊരു മൂന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖത്ത് നിൽക്കുകയാണെന്ന് പറയാം. നമ്മുടെ സമൂഹം കഴിഞ്ഞ 100 ദിവസത്തെ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ വയലൻസിന്റെ, മർഡറിന്റെ, ക്രൈംസിന്റെ വലിയൊരു സിനാരിയോ നമ്മുടെ പിന്നിലാണ്. നമ്മൾ ഓരോരുത്തരും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാളെ എന്താണ് മാധ്യമങ്ങളിൽ വരുന്നതെന്നത് പേടിച്ച് കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. ഇവിടെ നിൽക്കുന്ന ഓരോ അമ്മമാരുടെയും അച്ഛന്മാരുടെയും, ഇവരൊക്കെ നമ്മൾ ഓരോരുത്തരും അമ്മമാരും അച്ഛന്മാരും. ഈ കാണുന്ന മക്കള്, നമ്മുടെ മക്കളെ ഓർത്തുള്ള വ്യസനപ്പെടുന്ന ഭാവി എന്താകുമെന്ന് വളരെ ഉത്സവയോടെ ഒരു പ്രതീക്ഷ, നമ്മുടെ ഇതുവരെയുള്ള സ്വപ്നങ്ങളൊക്കെ അസ്തമിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നൊരു വിഭ്രാന്തി ഓരോരുത്തരുടെയും മനസ്സിലാണ്. നിന്നുള്ള അടിമത്വമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാനസികമായ, ശാരീരികമായ അടിമത്വത്തിലേക്ക് കടന്നു പോകുന്നു എന്നൊരു സംശയം നമ്മുടെ യുവതലമുറ. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് യുവത്വമാണ്, യുവരക്തമാണ്. ലോകത്തിലെ ഏത് ഇൻഡസ്ട്രി എടുത്താലും, ഏത് മേഖലയിൽ ചെന്നാലും ഇന്ത്യക്കാര് മുന്നിലോട്ട് കടന്നു വരുന്ന ഒരു കാലഘട്ടം. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി മുതൽ വിവിധ നമ്മുടെ അമേരിക്കൻ US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച നമ്മുടെ വനിത ഉൾപ്പെടെ വിദേശത്തെ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യക്കാര് നമ്മൾ മുൻപന്തിയിൽ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ യുവരക്തം ലോകമൊട്ടാകെ, ലോകത്തിന്റെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന പഴയ ലോകമേറിയ തറവാടെന്ന ഒരു കൺസെപ്റ്റിന് ലോകം നമ്മുടെ കീഴിൽ എത്തേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യുവത ഒരു തെറ്റായ മാർഗത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ നമുക്കതിനെ നേരിട്ടേ പറ്റൂ. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.